തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിനിടെ പോലീസും CPM പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളലും. കുന്നത്തുകാലിലാണ് സംഭവം. പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള സമാപന പരിപാടികൾ പാടില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നിലനിൽക്കെയാണ് ഗതാഗതം തടസ്സപ്പെടുത്തി ഇത്തരം പ്രവർത്തനങ്ങൾ. ആംബുലൻസിന് വരെ തടസ്സം സൃഷ്ടിച്ചായിരുന്നു കൊട്ടിക്കലാശം. ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശമാകുമ്പോൾ ഒപ്പത്തിനൊപ്പം പൊരുതി UDF-ഉം LDF-ഉം. ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടൽ തെറ്റിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ NDAയും രംഗത്തുണ്ട്. 6 കോർപ്പറേഷനുകളിൽ ആവേശകരമായ മത്സരമാണ്. കണ്ണൂർ ഒഴിച്ചുള്ള 5 കോർപ്പറേഷനുകൾ ഭരിക്കുന്ന LDF 5 നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. എന്നാൽ തൃശൂരിന്റെ കാര്യത്തിൽ ഉറപ്പു പോരെന്ന നേതാക്കൾ തന്നെ സമ്മതിക്കുന്നു. കണ്ണൂരും തൃശൂരും കൊച്ചിയും പിടിക്കാനാകുമെന്ന വിശ്വാസത്തിലാണ് UDF. കോഴിക്കോടും തിരുവനന്തപുരത്തും കൊല്ലത്തും മുന്നേറുമെന്ന് UDF പറയുന്നു. തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ BJPയും പ്രതീക്ഷയിലാണ്. ജില്ലാ പഞ്ചായത്തുകളിലെ ആധിപത്യം നിലനിർത്താൻ കഴിയുമെന്ന് LDF ഉറപ്പിക്കുമ്പോൾ കഴിഞ്ഞ തവണ 4 ജില്ലാ പഞ്ചായത്തുകളിൽ നിന്ന് 7ലേക്ക് എത്താൻ കഴിയുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. നഗരസഭാ ഫലങ്ങളിൽ മികവ് കൂട്ടാമെന്ന് UDF കരുതുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഒപ്പത്തിനൊപ്പമുള്ള ഫലം തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 152ൽ 111 നേടിയ 2020-ലെ ആധിപത്യം തുടരാനുള്ള ശ്രമത്തിലാണ് LDF. 941 പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 337ൽ ജയിച്ച UDF അത് 400 കവിയുമെന്ന് അവകാശപ്പെടുന്നു. 15 പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളും നേടിയ BJP അത് ഇരട്ടിയാക്കുമെന്ന് അവകാശപ്പെടുന്നു. വിവാദ രാഷ്ട്രീയ വിഷയങ്ങൾ കത്തിക്കാളിയ പ്രചരണത്തിനാണ് 7 ജില്ലകളിൽ ഇന്ന് തിരശ്ശീല വീഴുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച, UDF-ഉം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളും കേസും LDF മൂർച്ചയോടെ ഉപയോഗിക്കുന്നുണ്ട്. രാഹുലിനെതിരെ സ്വീകരിച്ച വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രതിരോധം തീർക്കുന്നത്. ബലാത്സംഗ കേസിൽ ഒളിവിലായ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താക്കിയപ്പോൾ കവർച്ചാ കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റിനെ ജില്ലാ കമ്മിറ്റിയിൽ നിലനിർത്തി സംരക്ഷിക്കുകയാണ് CPM ചെയ്യുന്നതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. FIR-ന് പേരിൽ ആർക്കെതിരെയും നടപടി എടുക്കാറില്ലെന്നും കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നടപടി വരുമെന്നുമായിരുന്നു CPM ന്യായം. കുടുംബയോഗങ്ങളിൽ ഉൾപ്പെടെ ഇരു വിഷയങ്ങളും ഉയർത്തിയാണ് മുന്നണികൾ വോട്ട് തേടിയത്. ഭരണവിരുദ്ധ വികാരം തുണയാകുമെന്ന് UDF വിചാരിക്കുമ്പോൾ ഭരണാനുകൂല തരംഗമെന്ന വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.